ഷു അപ്പോൾ എല്ലാവർക്കും ഒരു ഇതായി നമ്മളെ കളർ വണ്ടിക്ക് ഉള്ള പെർമിറ്റ് നമ്മളെ കേരള സർക്കാർ നൽകിയിട്ടുണ്ട്. അതേ വണ്ടി മുഖ്യമന്ത്രി നമുക്ക് ആ ഒരു പെർമിഷൻ നൽകിയതുകൊണ്ട് നമ്മളെല്ലാ വണ്ടി കളർ അടിക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കളർ അടിക്കാൻ പോകുന്നുണ്ട്. അതിന് മുന്നേ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്യാങ്സ്റ്ററാണ് കേസ് കിടക്കുന്നത്. ഇപ്പോൾ ഗ്യാങ്സ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ മാഫിയാണ്. പിന്നെ നമ്മളെ ട്രിപ്പൊക്കെ പോയായിരുന്നു കേസ് സർപ്രൈസ് ഇവിടെയൊക്കെ നമ്മൾ സർപ്രൈസ് എഗ്ഗൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയായിട്ടല്ല എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നവർക്ക് വണ്ടി നമ്മൾ വർക്കിനേറ്റാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ നെയിം ബോർഡിൻ്റെ എന്തൊരു ഇഷ്യൂ കാരണം നമ്മൾ നെയിം ബോർഡ് നമ്മൾ വരച്ചിട്ടുണ്ട് ഗൈസ്. സംഭവം നമ്മൾ നെയിം ബോർഡൊക്കെ വരച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇപ്പോൾ പോകാമെന്നുള്ളൊരു പ്ലാനാണ് ഗൈസ്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ലിപ്പ് അയക്കണം ഗൈസ്. കാരണം വർക്കിനായിട്ട് നമ്മൾ ലിപ്പ് ഒരു ബുദ്ധിമുട്ടായി വരും. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ നിർത്തി. അപ്പോഴാണ് വണ്ടി വീഡിയോൻ്റെ ഇൻട്രോ നമ്മൾ ഇട്ടില്ല എന്നുള്ളത് ഓർമ്മയായ. അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രോ ഇടുന്നത്. അപ്പോൾ ഏതായാലും നേരെ ലിപ്പ് ഉരിയേക്കാം. അപ്പം ഗൈസ് വണ്ടിയുടെ ലിപ്പ് നമ്മൾ ഇടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വണ്ടി കയറി പോവാം. ലിപ്പ് ഊരിയപ്പോൾ വണ്ടിയുടെ ലുക്കെല്ലാം മാറിപ്പോയിട്ട് ഗൈസ്. സ്റ്റോക്ക് പഴയ ടൈപ്പ് സെറ്റുകളാണ്. അപ്പം പിന്നെ 2 വണ്ടിയാണ് നമ്മൾ കളർ അടിക്കാൻ കൊടുക്കുന്നത്. ഒന്ന് ഇതും പിന്നെ വേറൊരു വണ്ടി നമ്മൾ ഷെഡ് എടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി കാണാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി കയറാം. വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കി നേരെ വിട്ടുക. പിന്നെ നേരെ നമ്മൾ വർക്ക്ഷോപ്പിലാണ് പോകുന്നത്. വർക്ക്ഷോപ്പ് എത്തിയിട്ട് ഗൗഫിൻ്റെ മോനെ ജസ്റ്റിനാണ് ട്രെയിനിൻ്റെ മുന്നേ രക്ഷപ്പെട്ടെ. അവൾ പെട്ടെന്ന് തന്നെ എടുത്തോണ്ട്, അല്ലെങ്കിൽ അവളൊക്കെ നമ്മൾ പെട്ട് വരുന്നു. ഏതായാലും നമ്മൾ നേരെ ഇവിടെ നിന്ന് ഏതായാലും KP ഗണേഷ് കുമാറിന് 1000 നന്ദികൾ. നമ്മളെ വണ്ടിക്കൊക്കെ കളർ അടിക്കാൻ പെർമിഷൻ നൽകിയിരുന്നു. അതിൽ ATP എന്നുള്ള സംഭവം നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്നതിന് ഞാൻ നന്ദി പറയുന്നു ഗൈസ്. ഏതായാലും ഇനി ഒരു വണ്ടി കളറടിച്ച് വരും. അതിന് നമ്മളെല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മളെ മാഫിയ എന്നുള്ള പേര് നമ്മൾ ഗ്യാങ്സ്റ്ററിൻ്റെ ആക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പണ്ട് കേസ് 2018 2019 കളർ സമയത്ത് നമ്മളെ ആ സമയത്ത് നമ്മളൊരു ബസ്സിൻ്റെ പേരിൽ നമ്മളെ ഒരു ബസ്സായിരുന്നു കേസ് ഗ്യാങ്സ്റ്റർ. അപ്പോൾ ആ ബസ്സായിരിക്കും ഇതെന്ന് എന്ന ത്തിലാണ് ഞാൻ ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഗ്യാങ്സ്റ്റർ എന്നുള്ള പേരിൽ. അപ്പം നമുക്കിനി അടുത്തൊരു മുതൽ ഷെഡ് എടുക്കണ്ടേ, അവനെ കൊണ്ടുവരണം. അപ്പോൾ ഈ ഇവിടെ എടുക്കണ്ടേ. അപ്പോൾ ഏതായാലും ട്രെയിന് പോയതുകൊണ്ട് ആ ഒരു ബസ്സവിടെ ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പോയാൽ സംഭവം ഫ്രണ്ടിലേക്ക് പോയി എന്ന് തോന്നുന്നു. ഫ്രണ്ടിലേക്ക് പോയാലല്ല ഗൈസ്. അല്ല ആകെ പോലീസൊക്കെ ഉണ്ട്. നമുക്കത് കേൾക്കേണ്ട കാര്യമില്ല. ഒരു വെള്ളിമൂങ്ങൻ്റെ വണ്ടിയാണ് കേസ്. കണ്ണന് തന്നെ വണ്ടിനെ ഫുള്ളായി അടിയൊക്കെ കേസ് ഫുള്ള് പോയിട്ടുണ്ട്. അത് അടുത്ത ട്രെയിൻ ജസ്റ്റ് രക്ഷപ്പെട്ട് ഇവിടുത്തെ സേഫല്ല വേഗം വിട്ടാൻ കൊടുത്തത്. ഈ ജസ്റ്റിസിനാണ് നമ്മൾ രക്ഷപ്പെട്ട്. ഏതാണ് നമ്മൾ ചെറുക്കമ്പടി കിടക്കുന്നുണ്ട്. അപ്പം മറ്റേ ഫ്രണ്ട് കവിള് നമ്മൾ മാറ്റാലോ ചെറിയ പ്ലാൻ ഉണ്ട്. ഇത് മാറ്റാൻ നമുക്ക് ക്യാപ്പിലാക്കിയാലോ എന്നൊരു ചെറിയ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് നിങ്ങളുടെ ക്യാപ്പിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റ് മാറ്റിയാണ്ട് സാധാ ടൈപ്പ് റൗണ്ട് ഹെഡ്ലൈറ്റ് ആക്കണോ എന്നല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ നമ്മൾ അടുത്ത വണ്ടി എടുക്കാൻ പോകും. ഇപ്പോൾ PK കുറച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ പോയി വണ്ടിയിൽ അങ്ങനെ ഉണ്ട് കാണാം. വണ്ടിയിലെ ലിപ്പ് സ്റ്റിക്കർ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരമായിട്ടും. അപ്പോൾ സ്റ്റിക്കറൊക്കെ പറിച്ച് ഫുള്ള് വെയിറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എണ്ണം നോക്കിക്കോളും. നമ്മളെ ലിപ്പ് ഉണ്ട്, അതൊന്ന് അയക്കണം. അതാണ് ഇനി ടാസ്ക് ആയിട്ട് വരുന്നത്. ഇത് കണ്ടില്ല, ഫുള്ള് സ്റ്റിക്കർ പറിച്ചപ്പോൾ ഒരു വേറെ ലെവലിൽ ലുക്കായിട്ടുണ്ട് വണ്ടി.
നമ്മൾ നെയിം ബോർഡ് എല്ലാത്തിനും പറിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിക്കുന്നവരോട് നമ്മൾ പുതിയ ഫൗണ്ടിൽ നമ്മൾ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴയ ഫൗണ്ടിൽ ഇപ്പോൾ ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഓടുന്നുള്ളൂ. അപ്പം നമുക്ക് നേരെ പോവാം. ഇപ്പം വണ്ടി വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ കാണാം. അപ്പം വർക്കൊക്കെ കഴിഞ്ഞിട്ട് കാണാമെന്നാണ് പറയുന്നത്. വണ്ടി ഇപ്പോൾ ഫുള്ള് വൈറ്റാണ്. ലിപ്പ് നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിപ്പ് കഴിഞ്ഞ് ഡിക്കിയിലുണ്ട്. അവർ കളറടിച്ച് തന്നോളും. അപ്പോൾ നമ്മളെ മറ്റേ വണ്ടി കളറടിക്കാൻ വേണ്ടി അവിടെ ഷെഡ് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇൻട്രോക്ക് വേണ്ടി ഒരു ചെറിയ ഫോട്ടോ എടുത്തിട്ട് പോകണം. അപ്പോൾ ഇനി ഇതല്ല നമ്മളെ ഫൗണ്ട് എന്താണെന്ന് കാണിക്കാത്തവർക്ക് നമ്മളെ ബീസ്റ്റ് പുതിയ വർക്കിലൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പഴയ സ്റ്റിക്കർ വർക്കൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പുതിയ പീക്കാച്ചു സ്റ്റൈലിൽ നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു യെല്ലോ സ്റ്റൈല്. അപ്പം ബാംഗ്ലൂരുണ്ട്. അപ്പം പിള്ളേരാണ് ഇറക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടുതന്നെ നമ്മളായിരിക്കും. അപ്പം ഇവിടുന്ന് നമ്മൾ വണ്ണാസിൻ്റെ ബസ്സിലായിരിക്കും പോകണം. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മളെ വണ്ടി വർക്ക്. ഇനി ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോവാം. ചമ്മരെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ നേരെ ബാംഗ്ലൂർ പോവാണ്. കാരണം നമ്മൾ 2 വണ്ടി കളറടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ പോണ വണ്ടിയാണ് കണ്ടോ ഗൈസ്. ഇത് വണ്ണാസിൻ്റെ ബസ്സിലാണ് നമ്മൾ പോണേ. ഓണറോടെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഡ്രൈവർ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളാണ് പോകാൻ പറഞ്ഞത്. അപ്പം ഇന്ന് ഡ്രൈവർ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുതലാളിയായിരുന്നു ഡ്രൈവറായിട്ട് വന്നതിന്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചോദിച്ചാൽ ബാംഗ്ലൂരിൽ ഇങ്ങോട്ടേക്ക് വേറെ ആളുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബാംഗ്ലൂർ വരെ എത്തിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ച നന്നായി തന്നെ പറയാം ഗൈസ്. അപ്പം ഞാൻ സ്പോട്ട് നമ്മളോട് വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നമുക്ക് നേരെ പോയിട്ട് വണ്ടി കയറണം. അത് വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് നോക്കട്ടെ ഗൈസ്. ഡ്രസ്സ് സീസണാണ്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഗ്രാഫ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഓരോന്ന് കണ്ടിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യില്ല. നമുക്ക് നേരെ പോയി ഡ്രൈവിംഗ് സീറ്റ് കയറി വണ്ടി എടുത്ത് പോകണം. കാരണം അവിടെ പാസഞ്ചേഴ്സ് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇന്ന് നമ്മളാണ് ഡ്രൈവ് ചെയ്യാൻ പോണേ. അപ്പോൾ ഏതായാലും ഞാൻ ബ്രേക്ക് നോക്കിയിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് വണ്ടി എടുത്ത് പോകണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വോളൊക്കെ ഓടിക്കാൻ കിട്ടുന്നത്. എൻ്റെ മോനെ സീസ് ഐറ്റം. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകും. അല്ല, ഇത് തല തിരിഞ്ഞോലാണോ ഗൈസ്? ഇവിടൊക്കെ ഒന്ന് കയറുന്നു. തല തിരിഞ്ഞു പോയി തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഇവിടെ നിന്ന് വിട്ട് പിടിക്കണം. അപ്പോൾ ഞാനിനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങോട്ടേ താമസം ഗൈസ്. നേരെ പിടിക്കാൻ ഒരു ഐറ്റത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ KSRTCൻ്റെ സ്ലീപ്പർ കോച്ചാണ്. ഒരു വോൾവോ. ഏതായാലും നമുക്ക് ഇവനെ ഇട്ട് പിടിക്കണം. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ മുന്നിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ ട്രാഫിക്ക് നോക്കിയിട്ട് പോകണം ഗൈസ്. ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് കാണിക്കുക. പച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ എടുക്കണം. അപ്പം നേരെ എടുത്ത് പോകണം. ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ പമ്പിൽ നിർത്തിയിട്ട് കാണിച്ചുതരാം. ഗൈസ് നമ്മളിങ്ങനെ പമ്പ് കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സൊക്കെ ഞാൻ കാണിച്ചുതരാം ഗൈസ്. ഇതിന് സസ്പെൻഷൻ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ലെവൽ സാധനം ഗൈസ്. പൊള്ളി ഏറ്റവും ഇത് ഗൈസ് നമ്മളെ ഡോറ്. പിന്നെ സസ്പെൻഷൻ കാണിച്ചാണ് ഗൈസ്. ഈ സംഭവം നിൽക്കുമ്പോൾ സസ്പെൻഷൻ വല്ലാണ്ട് ഗൈസ്. ഏറ്റവും മോനസീ സാധനം. ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും കഴിച്ചുകൊണ്ടോട്ടെ. നമുക്കെല്ലാവരും ബാക്കിയൊക്കെ ഡോറൊക്കെ അടിച്ചേക്കാം. അപ്പം ഇനി നമുക്ക് നേരെ ബാംഗ്ലൂർ എത്തിയിട്ട് കാണാമെന്നാണ്. മിക്കവാറും നൈറ്റ് ആവാനാണ് സാധ്യത ഒക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് നമുക്ക് കാണാം. ബസ്സാണ് ഇപ്പോൾ പോയത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നൈറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം നമ്മൾ ബീസ്റ്റ് ബേക്കൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ പറയാം. അതിന് മുന്നേ നമ്മൾ നേരെ പെടുന്ന നമ്മൾ വോൾവോൻ്റെ വണ്ണസിൻ്റെ ബസ്സും കൊണ്ട് വന്നായിരുന്നു ഗൈസ്. അപ്പം ഇവിടുന്ന് നമ്മൾ ഡ്രൈവർ ഇവിടെ വരെ നമുക്ക് പിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ബസ്സൊക്കെ നമ്മൾ ചെയ്യുന്ന തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഈ ട്രാക്ക് മോഡ് എല്ലാവരും നോക്കണം. നമ്മൾ KBCൻ്റെ ട്രാക്ക് മോഡാണ്. എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കണം ഗൈസ്. കില്ല ബസ്സുകളൊക്കെയാണ്. അപ്പോൾ സിംഗം ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളെ കണ്ടിട്ട് നിർത്തിയായിരുന്നു ഗൈസ്.
ഏതായാലും നമുക്ക് നേരെ ഒന്ന് പോയി പറയാം. നമ്മളിവിടെ നമ്മളെ വണ്ടീൻ്റെ ട്രിപ്പൊക്കെ ആയിട്ട് വന്നാണെന്ന് അറിയാം. ഏറ്റവും മാറി വർക്കാണ് വയസ്സ് വണ്ടിക്കില്ലേ. BS4 ആണ് കേട്ടോ. ഇതൊക്കെ കളറാവാൻ പോവാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വണ്ടീൻ്റെ കാര്യം നോക്കാം. നമ്മൾ ബീസ്റ്റിൻ്റെ കാര്യമാണ്. അപ്പം മഞ്ചൂട്ടർ ഇതൊക്കെയുള്ള വണ്ടിയാണ്. അപ്പോൾ ബീസ്റ്റ് ഇത് അവിടെ എടുക്കേണ്ടത് പോകാനെ. ഇതാണ് നമ്മളെ ബീസ്റ്റ് പുതിയ സ്റ്റിക്കർ വർക്കാണ് നമ്മളെ പോക്കിമോൻ എഡീഷനിൽ ഉണ്ട്. കമൻറ്റ് ചെയ്ത് ഏതായാലും നമുക്ക് ഇവിടെ നിൽക്കാം. പിന്നെ ഇതാണ് നമ്മളെ പുതിയ ഫൗണ്ട്. പഴയ ഫൗണ്ട് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് പുതിയ ഫൗണ്ട് ഇതാണ്. പിന്നെ ഏതായാലും ഇതിൻ്റെ ഓരോ വർക്ക് കാണിക്കാം. അപ്പോൾ എല്ലാവരും വണ്ടി കയറട്ടെ. അപ്പോൾ നേരെ വണ്ടി കയറാം. കുറേ ഒരു ദിവസം ഇവിടെ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഇല്ല, 2 ദിവസം നമ്മൾ വണ്ടി ഇവിടെ എത്തിയിട്ട് അപ്പം നാട്ടിൽ കൊണ്ടുവന്ന പണി നമുക്കാണ് കിട്ടി. അപ്പം നാട്ടിൽ കൊണ്ടുവരുവാണ്. അപ്പോൾ നമ്മളെ ടീം വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വണ്ടി ലൈറ്റർ ഓണാക്കിയിട്ടുണ്ട്. ഞാൻ വണ്ടി ലൈറ്റ് എന്ന് തന്നെ പറയാമല്ലോ. സീന ലൈറ്റാണ് കേട്ടോ. ഫസ്റ്റിൽ വരുമ്പോൾ BS എന്നാണ്. പിന്നെ ഈ ഒരു സംഭവം നിൽക്കുമ്പോഴാണ് മെയിനായിട്ട് വരുന്ന കൈസ് കണ്ടില്ലേ. ടീം സാധനമാണ്. ബോസ് എടുത്ത് നമുക്ക് നേരെ വിടാം നമ്മളെ സ്വന്തം നാട്ടിലേക്ക്. എൻ്റെ നേറ്റിലുള്ള ലുക്കാണ് കൈസ് ഇപ്പോൾ കാണണേ. കണ്ണൊക്കെ വന്നപ്പോൾ സെറ്റായിട്ടുണ്ട്. വണ്ടി കൊണ്ട് നേരെ നാട്ടിൽ പോവാണ്. അപ്പോൾ വണ്ടി നിരത്ത് കുറേ ആയിട്ടുണ്ട്. അപ്പം വീഡിയോ നമ്മളിവിടെ ചോദിക്കുകയാണ്. കാരണം ഈ ഒരു വീഡിയോ ഒന്നും ലാസ്റ്റ് വരെ ഒരിക്കലും എത്തില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പം അടുത്ത വീഡിയോൻ്റെ ഒരു കണ്ടന്റ് ഞാൻ പറയാം. അടുത്ത വീഡിയോ നമ്മൾ BMR ആണ്. കാരണം നമ്മൾ CMIക്ക് അപ്പോൾ നമ്മളെ BMR ട്രിപ്പാണ്. അപ്പോൾ നമ്മളെ കൂടെ വേറെ BMR ഉണ്ട്. കേരളത്തിലെ കിങ് ഓഫ് BMR എന്ന് തന്നെ പറയാം. അപ്പം നമ്മളെ വണ്ടി കളർ കൊണ്ടാണ് വൈറ്റിലാണ് ഓടുക. പക്ഷെ മറ്റേത് കളറാണ് സംഭവം. കർണാടക വണ്ടിയാണ്. കേരളത്തിൽ നിന്ന് കർണാടകയ്ക്ക് പോയൊരു മാരകൈറ്റാണ്. അപ്പോൾ വണ്ടി ഏതാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്ര എനിക്ക് പറയാനില്ല. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ എന്തായിരിക്കും നമ്മുടെ BMRൻ്റെ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ എല്ലാവരും സബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. വീഡിയോയിലേക്കും ഞാൻ ആ ഒരു വീഡിയോ വരുമ്പോൾ നമ്മളെ BMR അവരുടെ BMR കൂടി മിക്സഡ് ട്രിപ്പ് വേറെ ലെവല് സാധനമായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മളെ വീഡിയോയിലേക്ക്. അപ്പം ബൈ ഗൈസ്. അപ്പോൾ അവസാനമായിട്ട് നമ്മളൊരു വണ്ടീൻ്റെ ലുക്ക് ഞാൻ കാണിച്ചാൽ എൻ്റെ മോനെ കണ്ണൊക്കെ വന്ന് സെറ്റ് ലുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്തോളം നമ്മളെ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ബൈ. ചെന്നൈ തറവാട്ടില് മുണ്ടിട്ട് നടന്നറ ദുനിയാവില്